ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററീസിനെ പറ്റിയാണ്. ബാറ്ററീസ്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ബാറ്ററീസ് എന്താണ്? ബാറ്ററീസ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് ബാറ്ററി എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് ബാറ്ററീസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ടൊരിക്കലും പോകാൻ പറ്റില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാച്ച് തൊട്ട് നമ്മുടെ ഇപ്പോൾ കാറുകളിൽ വരെ, ഇപ്പോൾ EV കാറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ EV കാറുകൾ നമ്മുടെ നോർമൽ കാറുകളിൽ പോലെ ഇഗ്നിഷന് വേണ്ടിയിട്ട് പോലും നമുക്ക് ബാറ്ററീസ് ആവശ്യമാണ്. സോ നമുക്ക് ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിളി നമുക്ക് പറയാനാണെങ്കിൽ എന്താണ് ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു ഡിവൈസ് ആണെന്ന് വേണം പറയാം, അല്ലേ? അങ്ങനെ തന്നെ പറയാം. കാര്യം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എപ്പോൾ വേണമെങ്കിലും എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസാണ് ഈ ബാറ്ററി. നമുക്ക് ഇപ്പം ജീവിതത്തിൽ നമുക്ക് ബാറ്ററി ഇല്ലാതെ നമുക്ക് സത്യം പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല. ഒരു എപ്പോഴും പോർട്ടബിൾ ആയിട്ടുള്ളൊരു എനർജി ഡിവൈസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പം അതെന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്, പിന്നെ ചാർജിങ് എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ബാറ്ററീസ് എന്താണ്? ബാറ്ററി An electric battery consists of a number of electrochemical cells connected either in series or parallel. എന്താണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്? നമുക്ക് ഇലക്ട്രോകെമിക്കൽ സെൽസ്, കുറേ ഇലക്ട്രോകെമിക്കൽ സെൽസ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്കൊരു ബാറ്ററി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലേ? ഒരു ബാറ്ററി കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇലക്ട്രോകെമിക്കൽ സെൽസ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് വെച്ചിട്ടാണ് നമ്മൾ ബാറ്ററീസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലി നമ്മൾ ഈ പറയുന്ന സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ എന്തുണ്ടാവും? അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. ഇത്തരത്തിലുണ്ടാകുന്ന ഇലക്ട്രിസിറ്റീസിനെ നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യും. എന്തിനാണ് സീരീസ് ആയിട്ടും പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്? സീരീസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് battery consists of a number of electrochemical cells connected either in series or parallel. Okay, is it clear? Okay, a cell which is basic unit of a battery may be defined as power generating device. എന്താണ്? ഇപ്പോൾ നമുക്ക് പറഞ്ഞ് കുറച്ച് സെല്ല് നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാറ്ററി കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് സെല്ല്? നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, എന്താണ് സെല്ല്? സെല്ല് എന്താണ്? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ സെൽ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ ബാറ്ററി മേ ബി ഡിഫൈൻഡ് ആസ് എ പവർ ജനറേറ്റിംഗ് ഡിവൈസ്. എന്താണ്? നമുക്ക് പവർ ജനറേറ്റിംഗ് ഡിവൈസിൽ, അതായത് വിച്ച് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ദ ബാറ്ററിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗമാണ്. മേ ബി ഡിഫൈൻഡ് ആസ് എ പവർ ജനറേറ്റിംഗ് ഡിവൈസ്. അത് നമുക്ക് ഒരു പവർ ജനറേറ്റിംഗ്, സ്വന്തമായിട്ട് പവറിനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് അവിടെ സ്വന്തമായിട്ട് പവർ ഉണ്ടാക്കുകയാണ്. അത്തരത്തിൽ പവർ ഉണ്ടാക്കുന്ന കുറേ സെൽസുകൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് അടുക്കി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ബാറ്ററി നിർമ്മിക്കുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എ സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF. സെൽ എന്താണ്? EMFൻ്റെ സോഴ്സ് ആണ്, അല്ലേ? അതായത് സെല്ലെന്ന് പറയുന്നത് നമുക്ക് EMF, നമുക്ക് സെൽ നമ്പർ ഡീറ്റെയിലായിട്ട് നോക്കാം, അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം. സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF ആണ്. അതുപോലെ തന്നെ സെൽ ഈസ് എ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ദി ഇലക്ട്രിക്കൽ എനർജി. ഒരു സെല്ലിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? കെമിക്കൽ എനർജീനെ നമ്മളെന്താവും? ഇലക്ട്രിക്കൽ എനർജി ആക്കും. കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാണ് ആക്കി എന്താ മാറ്റുന്നത്? ഒരു സെല്ല് മാറ്റുന്നത്, അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താണ്? സ്ട്രക്ചർ ഓഫ് എ സെൽ. ഒരു സെല്ല് എന്താണ്? നമ്മൾ ഇനി സെല്ലിനെ പറ്റിയാണ് തിരിച്ചത്. നമുക്ക് ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുന്നതാണ് ബാറ്ററി എന്ന് പഠിച്ചല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേരുന്നതാണ്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് നമ്മളെന്ത് പറഞ്ഞത്? ബാറ്ററി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് സെൽസിനെ പറ്റിയാണ് നോക്കുന്നത് ഇനി. സെൽസ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് two metal plates of the different materials immersed in a suitable solution. എന്താണ് പറയുന്നത്? ഒരു സെല്ലെന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്,
രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് കാണും. ഈ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് എന്ത് ചെയ്യും? രണ്ട് മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയിരിക്കും. ഇപ്പോൾ രണ്ട് മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന രണ്ട് മെറ്റൽ പ്ലേറ്റ്സ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഇമേഴ്സ്ഡ് ഇൻ എ സ്യൂട്ടബിൾ സൊല്യൂഷൻ, ഒരു സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയായിരിക്കും ഒരു സെല്ലിൻ്റെ ഘടന. ഒരു സെല്ല് നമ്മൾ തുറന്ന് നോക്കിയാൽ അതിനകത്ത് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെറ്റൽ പ്ലേറ്റ്സ്. ആ മെറ്റൽ പ്ലേറ്റ്സ് എന്തായിരിക്കും? ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. അത് എന്തൊക്കെ മെറ്റീരിയൽ നമ്മൾ പഠിച്ചു വരും. ഓക്കെ, ഇത്തരത്തിലുള്ള രണ്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ രണ്ട് മെറ്റൽസ്, രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മളൊരു ഒരു പ്രത്യേകതരം സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എന്താണെന്നും പറയും, ആ സൊല്യൂഷനിലേക്ക് നമ്മൾ മുക്കി വെച്ചിരിക്കുന്ന രീതിയിലായിരിക്കും നമ്മളൊരു സെല്ല് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദ പ്ലേറ്റ്സ് ആർ കോൾഡ് ഇലക്ട്രോഡ്സ്. ഇതിനകത്ത് നമ്മൾ മുക്കി വെക്കുന്ന പ്ലേറ്റ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോഡ്സ് എന്ന്. അപ്പോൾ എന്താണ് ഇലക്ട്രോഡ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് മെറ്റൽ പ്ലേറ്റ്സുകൾ കാണും. ആ മെറ്റൽ പ്ലേറ്റ്സുകളാണ് ഇലക്ട്രോഡ്സ്. അതുപോലെ തന്നെ ആ സൊല്യൂഷന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അത്തരത്തിൽ നമ്മൾ സെല്ലിനകത്ത് മുക്കി വെച്ചിരിക്കുന്ന ആ രണ്ട് മെറ്റൽ പ്ലേറ്റ്സിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോഡ്സ് എന്നും. അതുപോലെ തന്നെ നമ്മളെ മുക്കി വെക്കുന്ന സൊല്യൂഷന് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്സ്. ഇപ്പോൾ എന്താണ്? A cell is essentially consists of two metal plates and different material immersed in a suitable solution, and the plates are called electrodes and the solution is called electrolyte. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലെ ഘടന. എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ സെല്ലിനകത്ത് ഇതൊരു നമ്മളൊരു പ്ലേസ് ചെയ്യാനായിട്ടുള്ളൊരു ഇതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇലക്ട്രോലൈറ്റ്, അതായത് നമ്മൾ പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നമ്മളിതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് രണ്ട് മെറ്റൽ റോഡ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് ആണ്. അതിനകത്ത് രണ്ട് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് ഒന്നിന് നമ്മൾ കാഥോഡെന്നും പിന്നെ ഒന്നിനെ ആനോഡെന്നുമാണ് പറയുന്നത്. എന്താണ് കാഥോഡെന്നും എന്താണ് ആനോഡെന്നും പറയാം. ഇതിൻ്റെ രണ്ടിനുണ്ടാകുന്ന വോൾട്ടേജ്, ഇത് രണ്ടിന് ഇടയ്ക്ക് ഒരു EMF ജനറേറ്റ് ചെയ്യും. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഒരു EMF ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന EMF ആണ് നമ്മൾ ലോഡിൽ കണക്ട് ചെയ്ത് നമുക്ക് നമ്മളെന്താണ് സപ്ലൈ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവഴിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് EMF, ഈ രണ്ട് മെറ്റൽ പ്ലേറ്റിന് ഇടയ്ക്കുന്നതായിരിക്കും നമുക്ക് EMF കിട്ടുന്നത്. അതെന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? EMF കിട്ടുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? EMF കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ? രണ്ട് മെറ്റൽ റോഡ്സ് ഉണ്ട്, അതൊരു ഇലക്ട്രോലൈറ്റിലേക്ക് മുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നതിന് ഫലമായിട്ട് എന്ത് പറ്റും? ഈ രണ്ട് മെറ്റൽ ഇതിനിടയ്ക്ക് എന്ത് ചെയ്യും? ഒരു EMF, ഈ ഒരു EMF ജനറേറ്റ് ചെയ്യുന്നു, ഒരു EMF ഉണ്ടാകുന്നു. അതാണ് നമ്മുടെ എന്ത്? സെല്ലിനകത്ത് നടക്കുന്ന പ്രവർത്തനം. ഓക്കെ, ഇനി നോക്കാം അടുത്തത്. The magnitude of the EMF of a cell depends upon, നമുക്ക് എന്തൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? The nature of material of electrodes is used. നമ്മൾ ഏത് തരം ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇതിൽ, അത് ഏത് തരം മെറ്റീരിയൽ, നമ്മളിപ്പോൾ പറഞ്ഞ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്ന് പറഞ്ഞ ഒന്ന് ആനോഡ്, ഒന്ന് കാഥോഡും ആയിരിക്കും പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ആനോഡിൻ്റെയും കാഥോഡിനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സെല്ലിൻ്റെ EMF മാറും. നമ്മുടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, EMFൻ്റെ EMF മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, നേച്ചർ ഓഫ് ദ മെറ്റീരിയലിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒന്നാമത്തെ കാര്യം മാറുന്നത്. രണ്ടാമത് നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്, നമ്മൾ ഏത് സൊല്യൂഷനിലേക്കാണ് ഇത് മുക്കി വെക്കുന്നതെന്ന്. രണ്ട് കാര്യമുണ്ട്. എന്ത്? ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയലും നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് നമ്മുടെ EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നത്. നമുക്ക് എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ട് ഇല്ല, ആ ഒരു പർട്ടിക്കുലർ സെല്ലിൽ നിന്ന് മാത്രം വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഏത് മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ നമ്മൾ ഏത് സൊല്യൂഷനിലാണ് ഇത് വെക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത്? അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ്റെ തോത് മാറുന്നത്. സോ ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ നേച്ചർ ഓഫ് മെറ്റീരിയൽ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി EMF കണക്കാക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. Using various metals and methods of construction, a large variety of cell has been developed. എന്താണ് പറയുന്നത്? നമുക്ക് പലതരം മെറ്റൽസും അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനും വെച്ചിട്ട് നമുക്ക് കുറേ ടൈപ്പ് വെറൈറ്റി
ഓഫ് സെൽസ് ഉണ്ട്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയും നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസിനെ അനുസരിച്ച് നമുക്ക് ധാരാളം ടൈപ്പ് ഓഫ് സെൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ദ സെൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 മെയിൻ ക്ലാസ്സസ്. നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് സെൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഈ സെൽസിനെ നമുക്കിനി ഡിവൈഡ് ചെയ്ത് പഠിക്കാം. നമുക്ക് പല ടൈപ്പ് സെല്ലുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും പറഞ്ഞു. അതാണ് എഴുതിയിരിക്കുന്നത്, പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽ. മെയിൻലി സെൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ക്ലാസ്സസ്. പറയുന്നത് എന്താ? പ്രൈമറി സെൽസ്, സെക്കൻഡറി സെൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയും അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന നമ്മൾ മേക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻസിനും ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പ്രൈമറി സെൽസ് എന്നും സെക്കൻഡറി സെൽസ് എന്നും പറയുമ്പോൾ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രൈമറി സെൽസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രൈമറി സെൽ എന്താണ്? പ്രൈമറി സെൽ, എ സെൽ ഇൻ വിച്ച് കെമിക്കൽ ആക്ഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ ഈസ് കോൾഡ് പ്രൈമറി സെൽ. ഒരു സെല്ലിൽ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് സെല്ലുകളെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. വെച്ചാൽ കെമിക്കൽ ആക്ഷൻ ഒരു ഡയറക്ഷനിൽ മാത്രമേ നടക്കത്തുള്ളൂ, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കില്ല. അതായത് കെമിക്കൽ ആക്ഷൻ ഒരു ഡയറക്ഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കിത് ഡിസ്ചാർജ് ചെയ്യാൻ മാത്രം പറ്റും, തിരിച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ചാർജ് ചെയ്യുമ്പോഴാണ് കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് പഴയ സ്റ്റേറ്റിലേക്ക് ആകുന്നത്. കാരണം കെമിക്കൽ റിയാക്ഷൻ നടന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ഒരു EMF ജനറേറ്റ് ചെയ്യാം. തിരിച്ച് നമ്മൾ സപ്ലൈ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ആ കെമിക്കൽ റിയാക്ഷൻ തിരിച്ച് നടന്നാൽ മാത്രമാണ് എന്താ ചെയ്യത്തുള്ളൂ? അവിടെ ചാർജിങ് നടക്കത്തുള്ളൂ. ഓക്കെ, സിംപ്ലി പറഞ്ഞത് ചാർജിങ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. ഓക്കെ, അതായത് എന്താ പറയുക, ഇവിടെ പറയുന്നതാണ് ദ സെൽ ഇൻ വിച്ച് കെമിക്കൽ ആക്ഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ. ദ കെമിക്കൽ ആക്ഷൻ എന്താണ്? കെമിക്കൽ ആക്ഷൻ നോട്ട് റിവേഴ്സിബിൾ. ദ കെമിക്കൽ ആക്ഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ ഈസ് കോൾഡ് എന്താണ്? പ്രൈമറി സെൽ. ദ കെമിക്കൽ ആക്ഷൻ നോട്ട് റിവേഴ്സിബിൾ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യാത്തത്, നോട്ട് റിവേഴ്സിബിൾ ആയിട്ടുള്ളതാണ് എന്ത്? പ്രൈമറി സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ എ പ്രൈമറി സെൽ ദ സ്റ്റോർഡ് എനർജി ഈസ് ഇൻഹെറൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ്. എന്താണ്? ഒരു പ്രൈമറി സെല്ലിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? ആ കെമിക്കൽ സബ്സ്റ്റൻസിലാണ് അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ദേ ആർ നോൺ റീചാർജബിൾ സെൽ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്? നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ലെന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്താണ്? അത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് സെല്ലുകളെന്നാണ്. കെമിക്കൽ റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്നതിന് അർത്ഥം തന്നെ എന്താണ്? നമുക്കവിടെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതാണ് എഴുതിയിരിക്കുന്നത്, ദേ ആർ നോൺ റീചാർജബിൾ സെൽ. ദേ ആർ നോൺ റീചാർജബിൾ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി പ്രൈമറി സെൽസിൻ്റെ മെയിനായിട്ടോ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ്, പിന്നെ അതിൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? കെമിക്കൽ സബ്സ്റ്റൻസിലാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ്, പിന്നെന്താ പറഞ്ഞത്? ദേ ആർ നോൺ റീചാർജബിൾ സെൽസ് ആണെന്ന് പറഞ്ഞത്. റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെൽസ് ആണ്. അപ്പോൾ ഓർത്തോണം, പ്രൈമറി സെൽ എന്ന് പറയുന്നത് എന്താണ്? നോൺ റീചാർജബിൾ ആണ്. നോൺ റീചാർജബിൾ. ഓക്കെ, അത് ഓർത്തോണം, അതുകൊണ്ടാണ് എഴുതിയത്. ഓക്കെ, ദ ബാറ്ററി മെയ്ഡ് ഓഫ് ദി സെൽ ഈസ് കോൾഡ് പ്രൈമറി ബാറ്ററി. ഓക്കെ, ഈ സെല്ലുകൾ ഉപയോഗിച്ചുണ്ടാകുന്ന ബാറ്ററീനെ നമുക്ക് പറഞ്ഞായിരുന്നു ആദ്യമേ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച പോയിന്റ് ഏതാണ്? ബാറ്ററി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? കുറച്ച് സെല്ലുകൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാറ്ററി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലേ. നമ്മളിപ്പം പറഞ്ഞ പ്രൈമറി സെല്ലിനെ പറ്റി ഡിസ്കസ് ചെയ്ത്. അപ്പം എന്താണ് ഇത്തരത്തിലുള്ള ഈ പ്രൈമറി സെല്ലുകളെ നമ്മൾ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്ത് എന്തായിരിക്കും കിട്ടുന്നത്? ഒരു ബാറ്ററി ആണല്ലേ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ദ ബാറ്ററി മെയ്ഡ് ഓഫ് പ്രൈമറി സെൽ ഈസ് കോൾഡ് പ്രൈമറി ബാറ്ററി. ദ ബാറ്ററി മെയ്ഡ് ഓഫ് പ്രൈമറി സെൽ ഈസ് കോൾഡ് എന്താണ്? പ്രൈമറി ബാറ്ററി. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അതിന് എക്സാമ്പിൾ പറയാനാണ്. ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് നോക്കിയിരിക്കുന്നത്. നമ്മൾ പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത് വെച്ചാൽ നോൺ റീചാർജബിൾ ആണെന്ന് പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൈമറി ബാറ്ററി എന്തായിരിക്കും? നോൺ റീചാർജബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഓർത്തോണം, ഈ പറയുന്ന ബാറ്ററീസ്, നമ്മൾ കുറച്ച് ബാറ്ററീസാണ് എക്സാമ്പിൾ പഠിക്കുന്നത്. ഈ ബാറ്ററീസൊക്കെ എന്തായിരിക്കും? നോൺ റീചാർജബിൾ ആണല്ലേ. ഇതൊന്നും നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ടൈപ്പ് ബാറ്ററീസ് ആയിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ്? വോൾട്ടായിക് സെൽ. ഫസ്റ്റ് വൺ ഈസ് വോൾട്ടായിക് സെൽ.
ദെൻ ഡാനിയൽ സെൽ, ദെൻ എന്താണ് ലാച്ചെ സെൽ, ദെൻ എന്താണ് ഡ്രൈ സെൽ, സിങ്ക് ക്ലോറൈൻ സെൽ, ആൽക്കലൈൻ മാഗ്നൈസ് സെൽ, മെറ്റൽ എയർ സെൽ. ഏതൊക്കെയാണ്? വോൾട്ടായിക് സെല്ലുണ്ട്, ഡാനിയൽ സെല്ല്, ലാച്ചെ സെല്ല്, ഡ്രൈ സെല്ല്, സിങ്ക് ക്ലോറിൻ സെല്ല്, ആൽക്കലൈൻ മാഗ്നൈസ് സെല്ല്, മെറ്റൽ എയർ സെല്ല്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ എക്സാമ്പിൾസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ പ്രൈമറി സെല്ല് ഏതാണ്, അല്ലെ പ്രൈമറി സെല്ല് അല്ലാത്ത ഏതാണ്, അല്ലെ പ്രൈമറി ബാറ്ററി ഏതാണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോ നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് അറിഞ്ഞില്ല നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇതിൻ്റെ മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്താണ്? വോൾട്ടായിക് സെല്ല്, ഡാനിയൽ സെല്ല്, ലാച്ചെ സെല്ല്, ഡ്രൈ സെല്ല്, സിങ്ക് ക്ലോറിൻ സെല്ല്, ആൽക്കലൈൻ മാഗ്നൈസ് സെല്ല്, മെറ്റൽ എയർ സെല്ല്. ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ബാറ്ററിയുടെ എക്സാമ്പിളുകൾ. ഓക്കെ, അടുത്ത് നോക്കാം. As a primary cell delivers current, the active materials are used up. എന്താണ്? The primary cell delivers current, the active materials are used up. Active materials നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ഇത് കറണ്ട് ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ എന്താണ്? when the active materials are nearly consumed, the cell stop delivering current. ഇതാണ് ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയാൻ നേരത്തെ സെല്ല് എന്ത് ചെയ്യും? നമ്മുടെ കറണ്ട് ഡെലിവർ ചെയ്യുന്നത് നിർത്തുന്നു. അപ്പോൾ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉള്ള സമയത്ത് മാത്രം, ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന മാത്രമാണ് ടൈമിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെല്ല് കറണ്ട് ഡെലിവർ ചെയ്യുന്നുള്ളത്. വെൻ ദ ആക്റ്റീവ് മെറ്റീരിയൽസ് ആർ നിയർലി കൺസ്യൂംഡ്, അത് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? സെൽ സ്റ്റോപ്സ് ഡെലിവറിങ് കറണ്ട്. ആ സമയത്ത് എന്താണ്? സെല്ല് കറണ്ട് ഡെലിവർ ചെയ്യുന്നത് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തോണം, പ്രൈമറി സെല്ലിൽ എന്താണ്? കറണ്ട് ഡെലിവർ ചെയ്യുന്നത് ആക്റ്റീവ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ തന്നെ ആക്റ്റീവ് മെറ്റീരിയൽസ് നിയർലി കൺസ്യൂം ആയി കഴിയുമ്പോൾ എന്താണ്? സെല്ല് കറണ്ട് ഡെലിവർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ ഇൻ ഓർഡർ ടു റിന്യൂ ദ സെൽ, ഫ്രഷ് ആക്റ്റീവ് മെറ്റീരിയൽസ് ആർ പ്രൊവൈഡ്. അതായത് നമുക്ക് റിന്യൂ ചെയ്യണമെങ്കിൽ, അതായത് ആ സെല്ല് ഇനി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ വീണ്ടും പ്രൊവൈഡ് ചെയ്യണം. ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആ സെല്ല് ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് ആക്റ്റീവ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കത് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇവിടെ നമുക്ക് ഫ്രഷ് ആക്റ്റീവ് മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് നമ്മുടെ സെല്ല് വീണ്ടും നമുക്ക് റിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ഇത് കറണ്ട് ഡെലിവർ ചെയ്യും. ആക്റ്റീവ് മെറ്റീരിയൽസ് തീർന്നു കഴിയുമ്പോൾ കറണ്ട് ഡെലിവർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അനദർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മറ്റൊരു ഡ്രോബാക്ക്, ദ പ്രൈമറി സെൽ ദാറ്റ് കനോട്ട് പ്രൊവൈഡ് ലാർജ് ആൻഡ് സ്റ്റഡി കറണ്ട് ഫോർ എ ലോങ്ങർ പീരീഡ്. എന്താണ്? നമ്മൾ പ്രൈമറി സെല്ലിന് എപ്പോഴും ഒരേപോലത്തെ വോൾട്ടേജും ഒരേപോലത്തെ കറണ്ടും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വോൾട്ടേജ് പ്രൈമറി സെൽ ദാറ്റ് കനോട്ട് പ്രൊവൈഡ് ലാർജ് ആൻഡ് സ്റ്റഡി കറണ്ട് ഫോർ, കുറേ നേരത്തേക്ക് സ്റ്റഡി കറണ്ടായിട്ട് ഇത് ഒരേപോലെയുള്ള കറണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് കുറച്ച് കഴിയാൻ നേരത്ത് കറണ്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുറഞ്ഞ് ഡ്രോപ്പ് ആവും. ഒരുപാട് നേരം ഒരേ രീതിയിൽ കൊടുക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ആക്റ്റീവ് മെറ്റീരിയൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് തന്നെ കറണ്ടിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് അനദർ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെൽ കാനോട്ട് പ്രൊവൈഡ് ലാർജ് ആൻഡ് സ്റ്റഡി കറണ്ട് ഫോർ എ ലോങ്ങർ പീരീഡ്. ഒരുപാട് നേരത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ദിസ് മേക്സ് എ പ്രൈമറി സെൽ റാദർ ആൻ എക്സ്പെൻസീവ് സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. പ്രൈമറി സെൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇലക്ട്രിക്കൽ എനർജി വേണ്ട ഒരു എക്സ്പെൻസീവ് സോഴ്സ് തന്നെയാണ് എന്ന് പറയുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് ഓർത്താൽ മതി. ഇത്തിരി എക്സ്പെൻസീവ് സോഴ്സ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കുക. കാര്യം എന്താ? അത് നമ്മൾ സിംഗിൾ യൂസ് ആണ് കൂടുതലും വരുന്നത്. ദ യൂസ് ഓഫ് പ്രൈമറി സെൽ ഈസ് ലിമിറ്റഡ് ടു ടോർച്ച് ബാറ്ററീസ് ആൻഡ് ഫോർ എക്സ്പെരിമെൻ്റൽ പർപ്പസ് ഇൻ ദ ലാബോറട്ടറീസിൽ നമുക്ക് ടോർച്ച് ബാറ്ററീസ് ആയിട്ടും ടോർച്ച് ബാറ്ററീസ് ആയിട്ട് പിന്നെ എക്സ്പെരിമെൻ്റലിന് വേണ്ടിയിട്ട് ലാബോറട്ടറീസിലൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ
പ്രൈമറി സെൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്കിത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി കറണ്ട് തരുന്നില്ല, പിന്നെ നമുക്കിത് റീചാർജ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇത് നമുക്ക് എക്സ്പെൻസീവ് ആകും. സോ നമ്മളിത് ടോർച്ച് ബാറ്ററീസ് യൂസ് ചെയ്യുന്ന നമുക്ക് ടോർച്ചിൻ്റെ നമുക്ക് റീചാർജബിൾ അല്ലാത്ത ടോർച്ച് ബാറ്ററീസ്, ഓക്കെ, റീചാർജ് ചെയ്യുന്ന ടോർച്ചല്ല, നോൺ റീചാർജബിൾ ടോർച്ചുകളുണ്ടല്ലോ, അതിൻ്റെ ബാറ്ററീസ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന പ്രൈമറി സെല്ലുകളാണ്. ഇനി സെക്കൻഡറി സെല്ല്. എന്താണ് സെക്കൻഡറി സെല്ല്? നമ്മൾ ഇത്ര നേരം പ്രൈമറി സെല്ലിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പം പ്രൈമറി സെല്ല് നമ്മൾ പ്രധാനം എന്താണ് പറഞ്ഞത്? പ്രൈമറി സെല്ല് നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൈമറി സെല്ല് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് സെല്ലുകളാണെന്ന് പറഞ്ഞ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്, പ്രൈമറി സെല്ല് എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞ എന്താണ്, കോൺസ്റ്റൻറ്റ് കറണ്ട് നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് പറഞ്ഞത്, ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കറണ്ട് ഡെലിവറി ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൈമറി സെൽസിനെ പറ്റി പറഞ്ഞു. അതുപോലെ നമുക്ക് എന്താണ്, അത് നമ്മൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന ടോർച്ച് ബാറ്ററി, ഇപ്പോൾ എക്സാമ്പിൾ റിമോട്ട് ബാറ്ററീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൈമറി സെല്ലുകളാണ്. കാര്യം നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററീസ് ആണ് അതൊക്കെ. ഇനി സെക്കൻഡറി സെൽ എന്തായിരിക്കും നോക്കാം. സെക്കൻഡറി സെൽ വിച്ച് ആക്ഷൻ ഈസ് റിവേഴ്സിബിൾ ഈസ് കോൾഡ് സെക്കൻഡറി സെൽ ഓർ സ്റ്റോറേജ് സെൽ. എന്താണ്, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെല്ലുകളാണെന്ത്, സെക്കൻഡറി സെൽ. ഒക്കെ പ്രൈമറി സെല്ലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വന്നല്ലേ. പ്രൈമറി സെല്ല് നമ്മൾ എന്താ പഠിച്ചത്, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പാന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ സെക്കൻഡറി സെൽസിൽ വരുമ്പോൾ എന്താണ്, നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെല്ലുകളാണെന്ത്, നമ്മുടെ സെക്കൻഡറി സെൽ. കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെല്ലുകളാണെന്ത്, സെക്കൻഡറി സെൽ. എന്താണ്, കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സെല്ലുകളാണ് നമ്മൾ സെക്കൻഡറി സെല്ലുകളെന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി സെൽ എനർജി ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ബൈ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ സോഴ്സ്. എന്താണ്, സെക്കൻഡറി സെൽ എനർജി ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ബൈ അപ്ലൈയിങ് ആ എക്സ്റ്റേണൽ സോഴ്സ്. ഒരു എക്സ്റ്റേണൽ സോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇൻഡ്യൂസ്ഡ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ബൈ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ സോഴ്സ്. എനർജി ഈസ് ഇൻഡ്യൂസ്ഡ്, കെമിക്കൽ സബ്സ്റ്റൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് സെക്കൻഡറി സെൽസിൽ എനർജി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ദേ ആർ റീചാർജബിൾ സെൽ. അതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് കാര്യം. ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലാണ്. ദേ ആർ റീചാർജബിൾ സെൽ. ദേ ആർ റീചാർജബിൾ സെൽസ് ആണ് എന്ത്, സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ ബാറ്ററി മെയ്ഡ് ഔട്ട് ഓഫ് ദീ സെൽ ഈസ് കോൾഡ് സെക്കൻഡറി സെൽസ് ഓർ സ്റ്റോറേജ് ബാറ്ററി ഓർ റീചാർജബിൾ ബാറ്ററി. ഓക്കെ, അപ്പോൾ സെക്കൻഡറി സെൽസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററീസിന് എന്താണ് പറയുന്നത്, നമ്മൾ മെയിനായിട്ട് സെക്കൻഡറി ബാറ്ററീസ് എന്നോ അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററീസ് എന്ന് പറയും, അല്ലെങ്കിൽ റീചാർജബിൾ ബാറ്ററി എന്ന് പറയും. ഓക്കെ, എന്തൊക്കെ പറയുന്ന, സെക്കൻഡറി സെൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ സെക്കൻഡറി ബാറ്ററി എന്നും പറയാം. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് എപ്പോഴും വെക്കാം, കാര്യം റീചാർജ് ചെയ്ത് വെക്കാൻ വരുന്നതുകൊണ്ട് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയാം. പിന്നെന്താണ്, റീചാർജ് ചെയ്യുന്നതുകൊണ്ട് റീചാർജ് ബാറ്ററി എന്നും പറയാം. ഓക്കെ, മൂന്ന് തരത്തിൽ അറിയപ്പെടുന്നത് എന്താണ്, നമ്മുടെ സെക്കൻഡറി സെൽസ് തന്നെയാണ്. ഓക്കെ, ഇനി സെക്കൻഡറി സെൽസിൻ്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ പ്രൈമറി സെൽസിൻ്റെ എക്സാമ്പിൾ നോക്കിയായിരുന്നല്ലേ, അതുപോലെ തന്നെ സെക്കൻഡറി സെൽസിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് സെക്കൻഡറി സെൽസിൻ്റെ എക്സാമ്പിൾ? ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ അയൺ ആൽക്കലൈൻ സെല്ല്, അതുപോലെ തന്നെ എന്താണ്, നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെല്ല്, നിക്കൽ സിങ്ക് സെല്ല്, ഹൈ ടെമ്പറേച്ചർ സെല്ല്, പിന്നെന്താണ്, ലിഥിയം ക്ലോറൈൻ. ഈ ഹൈ ടെമ്പറേച്ചർ സെല്ലിന് എക്സാമ്പിൾസ് ആണ് ലിഥിയം ക്ലോറൈൻ സെല്ല്, ലിഥിയം സൾഫർ സെല്ല്, സോഡിയം സൾഫർ സെല്ല്. ഓക്കെ, ഒരുപാടുണ്ട്. അപ്പം ഇതെല്ലാം ഓർത്ത് വെക്കുക. കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് സെക്കൻഡറി സെൽസ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്, ലെഡ് ആസിഡ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞ്, നിക്കൽ അയൺ ആൽക്കലൈൻ സെല്ല്. എന്താണ്, നിക്കൽ അയൺ ആൽക്കലൈൻ സെല്ല്. അതിന് നമ്മൾ പറഞ്ഞ മറ്റു പേരാണ് എഡിസൺ സെല്ലെന്നും പറയും. എന്താണ്, എഡിസൺ സെല്ലെന്നും പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എഡിസൺ സെല്ലെന്ന് കാണും, ചിലപ്പോൾ അതിനൊരു നിക്കൽ അയൺ ആൽക്കലൈൻ സെല്ലെന്നായിരിക്കും തരുന്നത്. അപ്പോൾ ഏത് വന്നാലും നമ്മൾ ഉത്തരം എഴുതാൻ അറിഞ്ഞിരിക്കുക. പിന്നെയുള്ള എന്താ, നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെല്ല്. എന്താണ്, നിക്കൽ കാഡ്മിയം ആൽക്കലൈൻ സെല്ല്. പിന്നെന്താണുള്ളത്, നിക്കൽ സിങ്ക് സെല്ല്. എന്താണുള്ളത്, നിക്കൽ സിങ്ക് സെല്ല്. പിന്നെയുള്ള എന്താണ്, ഹൈ ടെമ്പറേച്ചർ സെൽസ്. എന്തൊക്കെയാണ് ഹൈ ടെമ്പറേച്ചർ സെൽസ്? ലിഥിയം ക്ലോറിൻ സെല്ല്, ദെൻ ലിഥിയം സൾഫർ സെല്ല്, അതുപോലെ തന്നെ സോഡിയം സൾഫർ സെല്ല്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ സെക്കൻഡറി സെൽസ് എന്താണെന്ന് പറഞ്ഞാൽ, സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണെന്ന് പറഞ്ഞ്, അത് റീചാർജബിൾ ആണെന്ന് പറഞ്ഞ്, പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്, അതിൻ്റെ എക്സാമ്പിൾസ് നോക്കി. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. A secondary cell differ in the method in which it may be renewed. അത് അതിൻ്റെ റിന്യൂ ചെയ്യുന്ന മെത്തേഡുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, വെൻ ദ സെൽ ഈസ് the cell is delivered current to chemical action changes the composition of the plates. അതായത് ഈ സെല്ല് എങ്ങനെയാണ് കറണ്ട് ഡെലിവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കെമിക്കൽ ആക്ഷൻ നമ്മൾ നോർമലി ഒരു നോർമൽ സെല്ല് എന്താ ചെയ്യുന്നത്, കെമിക്കൽ ആക്ഷൻസ് മാറുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കറണ്ട് ഡെലിവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സെൽ ഈസ് ഡെലിവേർഡ് കറണ്ട്, ദ കെമിക്കൽ ആക്ഷൻ ചേഞ്ചസ് ദ കോമ്പോസിഷൻ ഓഫ് ദ പ്ലേറ്റ്. നമ്മുടെ പ്ലേറ്റിൻ്റെ കോമ്പോസിഷൻ മാറുന്ന വെച്ചിട്ടുള്ള കെമിക്കൽ ആക്ഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കറണ്ട് ഡെലിവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, when the cell be reversed by passing current through the cell in the reverse direction to that in which cell provided current. എന്താണ് പറയുന്നത്, when the cell reversed by passing current through the cell. എന്താണ്, സെല്ല് നമുക്ക് റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ കറണ്ട് നമ്മുടെ സെല്ലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ ടു ദാറ്റ് ഇൻ വിച്ച് സെൽ പ്രൊവൈഡഡ് കറണ്ട്. അപ്പോൾ എന്താ, കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചാർജിങ് പ്രോസസ് റിവേഴ്സ് ദ കെമിക്കൽ ആക്ഷൻ ആൻഡ് എനേബിൾസ് ദ പ്ലേറ്റ് ടു അക്വേറ്റ് ഒറിജിനൽ കോമ്പോസിഷൻ. അതായത് നമ്മുടെ സെല്ലിലേക്ക് നമ്മൾ കറണ്ട് സപ്ലൈ ചെയ്യുന്നത്, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ദ ചാർജിങ് പ്രോസസ് റിവേഴ്സ് ദ കെമിക്കൽ ആക്ഷൻ. നമ്മുടെ കെമിക്കൽ ആക്ഷനെ റിവേഴ്സ് ചെയ്യുന്നു, റിവേഴ്സ് ദ കെമിക്കൽ ആക്ഷൻ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യുന്നു. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ആ കെമിക്കൽ ആക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. നമുക്ക് നോർമലി കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്കവിടെ ചാർജ് തരുന്നെങ്കിൽ നമ്മൾ ചാർജിങ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഒരു സൊല്യൂഷൻ കാണും, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ കാണും, അവിടെ ഒരു ആനോഡ് ഒരു കാഥോഡും ഉണ്ട്. നോർമലി ഇതെന്ത് ചെയ്യും, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് സപ്ലൈ, ഒരു ലോഡിലേക്ക് സപ്ലൈ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇതിലേക്കൊരു ചാർജ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത് എന്ത് പറ്റും, അപ്പോൾ ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യും, റിവേഴ്സ് ആയിട്ട് സംഭവിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ചാർജിങ് പ്രോസസ് റിവേഴ്സ് ദ കെമിക്കൽ ആക്ഷൻ ആൻഡ് എനേബിൾ ദ പ്ലേറ്റ് ടു അക്വേറ്റ് എന്ത് ചെയ്യും, ഒറിജിനൽ കോമ്പോസിഷൻ. കെമിക്കൽ റിയാക്ഷൻ തിരിച്ച് സംഭവിച്ചാൽ എന്ത് പറ്റും, പ്ലേറ്റ് നേരെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകുന്നു. പ്ലേറ്റ് നേരെ എന്ത് ചെയ്യും, ഒറിജിനൽ പൊസിഷനിലേക്ക് മാറുകയാണ്. കാര്യം നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ കെമിക്കൽ നേരത്തെ എന്ത് ചെയ്യും, പൊസിഷനിൽ നിന്ന് മാറിയപ്പം തിരിച്ച് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, തിരിച്ച് പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചാർജിങ്ങിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, ഡ്യൂറിങ് ചാർജിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ എ സെൽ. സിംപ്ലി നമുക്കറിയാം എന്ത് ചാർജിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് നോർമലി സെല്ല് എന്താ ചെയ്യുന്നത്, സെല്ല് നോർമലി ചെയ്യുന്നത് എന്താണ്, നമുക്ക് കെമിക്കൽ എനർജിയാണ് അല്ലേ, കെമിക്കൽ എനർജീനെ അത് ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ് ചെയ്യുന്നത്. കെമിക്കൽ എനർജീനെ അത് ഇലക്ട്രിക്കൽ എനർജി ആക്കുകയാണ് ചെയ്യുന്നത്. സെല്ല് നോർമലി എന്താണ് ചെയ്യുന്നത്, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതെന്താ, ഡ്യൂറിങ് എപ്പോഴാണ്, ഡിസ്ചാർജിങ്ങിലാണ്. അതായത് നമുക്ക് നമ്മുടെ സെല്ല് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് വെൻ ഇപ്പോൾ സെല്ല് ചാർജ് ചെയ്യുകയാണെങ്കിലോ, വെൻ സെൽ ചാർജിങ്ങിലാണെങ്കിലോ അവിടെ നിന്ന് സംഭവിക്കുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്തായിരിക്കും, ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ അങ്ങോട്ട് കൊടുത്തു, അപ്പോൾ എന്ത് പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളുടെ പ്ലേറ്റിൻ്റെ കോമ്പോസിഷൻ മാറും, എന്താ കെമിക്കൽ റിയാക്ഷൻ തിരിച്ച് സംഭവിക്കും. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്താക്കണം, അവിടെ കെമിക്കൽ എനർജി ആക്കുവാണ്, കെമിക്കൽ എനർജി ആക്കി മാറ്റുവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറിങ് ചാർജിങ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെൽ. അതായത് കെമിക്കൽ എനർജിയിട്ട് മാറുമ്പോൾ എന്ത് പറ്റും, ആ എനർജി നമ്മൾ കൊടുത്ത ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യും, നമ്മുടെ ബാറ്ററിയിൽ നമുക്ക് സെല്ലിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചെന്ന് പറയാം അല്ലേ. നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി നമുക്ക് സെല്ലിൽ സ്റ്റോർ ചെയ്തു. അതാണ് പറയുന്നത്
വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ സ്റ്റോർ, അല്ല ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത്? അല്ല, അത് കെമിക്കൽ കോമ്പോസിഷൻ മാറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഡ്യൂറിങ് ഡിസ്ചാർജിങ് സ്റ്റോർഡ് കെമിക്കൽ എനർജി സ്റ്റാർട്ട് കൺവേർട്ടിങ് ഇൻ ടു ദ ഇലക്ട്രിക്കൽ എനർജി. എന്താണ് ഡ്യൂറിങ് ഡിസ്ചാർജിങ് സ്റ്റോർഡ് കെമിക്കൽ എനർജി സ്റ്റാർട്ട് കൺവേർട്ടിങ് ഇലക്ട്രിക്കൽ എനർജി. അതാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആകുന്നു. സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കെമിക്കൽ എനർജി കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് വരുന്നു. അത് എപ്പോഴാണ്? ഡ്യൂറിങ് ഡിസ്ചാർജിങ്ങിനാണ്. ചാർജിങ്ങിൽ എന്താണ്, ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെക്കൻഡറി ബാറ്ററീസ് ആണ്. നമുക്ക് സെക്കൻഡറി ബാറ്ററീസിന് ടൈപ്സ് നോക്കാം. ഓക്കെ, നമ്മളിപ്പം നിലവിൽ പറഞ്ഞത് എന്താണ് സെല്ലെന്ന് പറഞ്ഞ്, എന്താണ് ബാറ്ററി എന്ന് പറഞ്ഞ്, ദെൻ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ സെൽസിനെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും എന്ന് പറഞ്ഞ്, പ്രൈമറി സെൽസ് സെക്കൻഡറി സെൽസ് പറഞ്ഞ്, അത് പ്രൈമറി സെൽസ് എന്താണെന്ന് പറഞ്ഞ്, സെക്കൻഡറി സെൽസ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി സെൽസിന് ടൈപ്സ് നോക്കാം, ഏതൊക്കെ ടൈപ്പുകളുണ്ടെന്ന്. വേരിയസ് ടൈപ്സ് ഓഫ് സെക്കൻഡറി ബാറ്ററീസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ് ആസ് പെർ ദ യൂസ്. നമുക്ക് അതിൻ്റെ യൂസേജിൻ്റെ ബേസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല ടൈപ്പായിട്ട് നമുക്ക് മാറ്റാം അല്ലേ. നമുക്ക് എന്താ നോക്കാം, ഓട്ടോമോട്ടീവ് ബാറ്ററി ഓർ SLI. നമുക്ക് എന്താ ഒന്ന് പറയുന്നത്, ഓട്ടോമോട്ടീവ് ബാറ്ററി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് SLI എന്ന് പറയാം. SLI അല്ലേ, പിന്നെന്താ പറയുന്നത്, നമുക്ക് പറയുന്നത് SLI, പിന്നെ അല്ലെങ്കിൽ പോർട്ടബിൾ ബാറ്ററി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓട്ടോമോട്ടീവ് ബാറ്ററി, അല്ലെങ്കിൽ SLI ബാറ്ററി, അല്ലെങ്കിൽ പോർട്ടബിൾ ബാറ്ററി. ഇത് മൂന്നും ഒന്നാണ്. ഓക്കെ, എന്താണ് ഓട്ടോമോട്ടീവ് ബാറ്ററി, SLI ബാറ്ററി ഓർ പോർട്ടബിൾ ബാറ്ററി എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താണ് പറയാൻ പറ്റുന്നത്, എന്താണ് ഈ SLI ബാറ്ററി നമുക്ക് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാർട്ടിങ് ലൈറ്റ്നിങ് ആൻഡ് ഇഗ്നീഷൻ ഇൻ ഇൻറ്റേർണൽ കമ്പൻഷൻ എഞ്ചിൻ. അതായത് എന്താണ്, നമ്മുടെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടും, അതായത് നമ്മുടെ IC എഞ്ചിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി, നമ്മുടെ വണ്ടികളുടെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററീസാണ് എന്ത്, ഓട്ടോമോട്ടീവ് ബാറ്ററി, അല്ലെങ്കിൽ SLI ബാറ്ററി, അല്ലെങ്കിൽ പോർട്ടബിൾ ബാറ്ററി നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തിനാണ് നമ്മൾ പർപ്പസ് എന്താണ് ഈ പറഞ്ഞ SLIയുടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റാർട്ടിങ് ലൈറ്റ്നിങ് ഇഗ്നിഷൻ, അതാണ് SLIയുടെ ഫുൾ ഫോം, അതാണ് SLI. നമ്മൾ SLI എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇതാണ് സ്റ്റാർട്ടിങ് ലൈറ്റിംഗ് ആൻഡ് ഇഗ്നീഷൻ, അതാണ് SLI. എന്താണ് നമ്മൾ ഈ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, ഓട്ടോമോട്ടീവ് ബാറ്ററി എന്ന് പറഞ്ഞത്, എന്താണ് കൂടുതലായിട്ട് ഓട്ടോമോട്ടീവ് ബാറ്ററി എന്ന് പറയുന്ന സാധനം SLI എന്ന് പറയാൻ കാരണം എന്താണ്, അത് സ്റ്റാർട്ടിങ്ങിന്, നമ്മുടെ IC എഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിനും ലൈറ്റ്നിങ്ങിനും അതുപോലെ തന്നെ ഇഗ്നീഷനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് SLI ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. ഓക്കെ, അതുകൊണ്ട് SLI എന്ന് പറയുന്നത് കാരണം, അതിന് പോർട്ടബിൾ ബാറ്ററി എന്ന് പറയാൻ കാരണം എന്താണ്, നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ വണ്ടിയുടെ ബാറ്ററി നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ടാണ് പോർട്ടബിൾ ബാറ്ററി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ ലെഡ് ആസിഡ് ബാറ്ററീസ്, നിക്കൽ കാഡ്മിയം ബാറ്ററീസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. എന്താണ് ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന ബാറ്ററീസിന് എക്സാമ്പിളാണ്. അതായത് നമ്മൾ ഓട്ടോമോട്ടീവ് ബാറ്ററീസിന് എക്സാമ്പിളാണ്. എന്താണ് നമുക്ക് എന്തൊക്കെ പറയാം, ഓട്ടോമോട്ടീവ് ബാറ്ററി എന്ന് പറയാം, SLI ബാറ്ററീസ് എന്ന് പറയാം, പോർട്ടബിൾ ബാറ്ററീസ് എന്ന് പറയാം. ഇത് SLI എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടിങ് ലൈറ്റ്നിങ് ഇഗ്നീഷൻ ഫോർ എന്താണ് IC എഞ്ചിൻ. ഓക്കെ, ആ രീതിയിലാണ് SLI എന്ന് പറയാൻ കാര്യം. അപ്പോൾ നമ്മൾ SLI എന്ന് കണ്ടാലും മറന്നു പോലും, ഇനി SLIയുടെ ഫുൾ ഫോം ചോദിച്ചാലും മറന്നു പോരുത്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇനി എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ ഓർത്തോണം, എന്താണ് ലെഡ് ആസിഡ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററീസ്. ഏതൊക്കെയാണ്, ലെഡ് ആസിഡ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററിയും, ലെഡ് ആസിഡ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം ബാറ്ററീസും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ്, നമ്മൾ ഫസ്റ്റ് എന്താ ഓട്ടോമോട്ടീവ് ബാറ്ററിയാണ് പഠിച്ചെങ്കിൽ അടുത്തത് വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററി ഓർ മോട്ടീവ് പവർ ബാറ്ററി ഓർ ഇൻഡസ്ട്രിയൽ ബാറ്ററി. ഓക്കെ, ഒന്നാണ്, 3 പേരെന്നേ ഉള്ളൂ. എന്താണ് വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററീസ്, അതുപോലെ തന്നെ മോട്ടീവ് പവർ ബാറ്ററീസ്, അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡസ്ട്രിയൽ ബാറ്ററീസ്. എന്തൊക്കെയാണ്, വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററീസ്, അല്ലെങ്കിൽ മോട്ടീവ് പവർ ബാറ്ററീസ് ഓർ ഇൻഡസ്ട്രിയൽ ബാറ്ററീസ്. എന്തൊക്കെയാണ് പറയാവുന്ന, വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററീസ്, അല്ലെങ്കിൽ എന്താ മോട്ടീവ് പവർ ബാറ്ററീസ്, അല്ലെങ്കിൽ എന്താ പറയാവുന്ന ഇൻഡസ്ട്രിയൽ ബാറ്ററീസ്. എന്തൊക്കെയാണ്, വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററി, മോട്ടീവ് പവർ ബാറ്ററി, ഇൻഡസ്ട്രിയൽ ബാറ്ററി. എന്താണെന്ന് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ആസ് എ മോട്ടീവ് പവർ സോഴ്സ് ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് വെഹിക്കിൾസ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്,
മോട്ടീവ് പവർ സോഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മോട്ടീവ് പവർ സോഴ്സ് ഫോർ എ വൈഡ് വെറൈറ്റി ഓഫ് വെഹിക്കിൾസ്. നമ്മുടെ പല വെഹിക്കിൾസിൻ്റെയും മോട്ടീവ് പവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ മോട്ടീവ് പവർ ബാറ്ററി അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ബാറ്ററി അല്ല വെഹിക്കിൾ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്താക്കിയാൽ തന്നെയാണ് ലെഡ് ആസിഡ് ബാറ്ററി എക്സാമ്പിളാണ് നിക്കൽ അയൺ ബാറ്ററി. നേരത്തെ നമ്മൾ നിക്കൽ കാഡ്മിയം നോക്കി കേട്ടോ. ഇത് നിക്കൽ അയൺ ബാറ്ററി, പിന്നെ അതുപോലെ തന്നെ സിൽവർ സിങ്ക് ബാറ്ററീസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ അയൺ ബാറ്ററി, സിൽവർ സിങ്ക് ബാറ്ററി ഒക്കെ നമ്മളാണ് ഈ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോണം. അതുപോലെ തന്നെയാണ് എന്താണ് എ നമ്പർ ഓഫ് advanced batteries including high temperature batteries are high development for the electric vehicle use. The electric vehicles യൂസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് അഡ്വാൻസ്ഡ് ബാറ്ററീസ് ഇൻക്ലൂഡിങ് ഹൈ ടെമ്പറേച്ചർ ബാറ്ററീസ്. നമ്മൾ ഹൈ ടെമ്പറേച്ചർ ബാറ്ററീസ് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നല്ലേ. ഓക്കെ, ഏതാണ് നമ്മൾ സെക്കൻഡറി സെൽസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ബാറ്ററി പറഞ്ഞില്ലേ, അതാണ് പറയുന്നത് നമ്പർ ഓഫ് അഡ്വാൻസ്ഡ് ബാറ്ററീസ് ഇൻക്ലൂഡിങ് എന്താണ് ഹൈ ടെമ്പറേച്ചർ ബാറ്ററീസും അണ്ടർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഈസ് യൂസ്. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റേഷനറി ബാറ്ററീസ്. ഇപ്പോൾ നമ്മൾ രണ്ട് പർപ്പസ് പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നത് സ്റ്റേഷനറി ബാറ്ററീസ്. എന്താണ് സ്റ്റേഷനറി ബാറ്ററീസ്? അപ്പോൾ ആ പേര് തന്നെ ഉണ്ട്. സ്റ്റേഷനറി ബാറ്ററീസ് ആർ യൂസ്ഡ് ആസ് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ. എന്താണ് സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ? സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് പവർ പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് സ്റ്റാൻഡ് ബൈ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണെന്ത് നമ്മൾ സ്റ്റേഷനറി ബാറ്ററീസ് എന്ന് പറയുന്നത്. ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹോസ്പിറ്റൽ പബ്ലിക് ഫെസിലിറ്റീസിലൊക്കെ നമുക്ക് റെയിൽവേസിലൊക്കെ നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററീസ് ആണ് എന്ത് ചെയ്തത് നമ്മുടെ സ്റ്റേഷനറി ബാറ്ററീസ്. ഓക്കെ, അപ്പോൾ സ്റ്റേഷനറി ബാറ്ററി എന്താണ്? ദ ബാറ്ററീസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ. എന്തിനാണ്? സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ. സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണെന്ത് നമ്മുടെ സ്റ്റേഷനറി ബാറ്ററീസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈക്ക് യൂസ് ചെയ്യുന്ന ബാറ്ററി ആണെന്ത് സ്റ്റേഷനറി ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ, പബ്ലിക് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റെയിൽവേസിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ബാറ്ററീസ് ഈ മൂന്നെണ്ണേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏതൊക്കെയാണ് നോക്കിയെന്നോട് നോക്കാം. നമ്മൾ ആദ്യം നോക്കിയത് ഓട്ടോമോട്ടീവ് ബാറ്ററി ഓർ SLI ബാറ്ററി ഓർ പോർട്ടബിൾ ബാറ്ററി. ഇത് നമ്മൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇഗ്നീഷൻ പർപ്പസിനൊക്കെയാണ് നമ്മളിത് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. എക്സാമ്പിൾ ലെഡ് ആസിഡ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററീസ് ആണ് ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. പിന്നെ ഇതിന് ശേഷം നമ്മൾ നോക്കിയെന്താണ് വെഹിക്കിൾ ട്രാക്ഷൻ ബാറ്ററീസ് അല്ലെങ്കിൽ മോട്ടീവ് പവർ ബാറ്ററി ഓർ ഇൻഡസ്ട്രിയൽ ബാറ്ററിയാണ്. ഇതെന്താണ് നമ്മുടെ വെഹിക്കിളിനൊക്കെ നമ്മൾ മോട്ടീവ് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ്. ഇതിന് എക്സാമ്പിൾ പറഞ്ഞത് എന്താണ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ നിക്കൽ അയൺ ബാറ്ററി. ഓക്കെ, നിക്കൽ അയൺ ബാറ്ററി അല്ലെങ്കിൽ സിൽവർ സിങ്ക് ബാറ്ററീസ് ഒക്കെയാണ് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇത് നമുക്ക് മെയിനായിട്ട് ഹൈ ടെമ്പറേച്ചർ ബാറ്ററീസ് ഒക്കെ നമ്മൾ അണ്ടർ ഡെവലപ്മെൻറ്റിലാണ്. പിന്നെന്താണ് അതുപോലെ തന്നെ സ്റ്റേഷനറി ബാറ്ററീസ് പറഞ്ഞ അടുത്തത്. സ്റ്റേഷനറി ബാറ്ററി എന്താണ് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡ് ബൈ പർപ്പസിന് വേണ്ടിയിട്ടാണ്, സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിനും പബ്ലിക് ഫെസിലിറ്റീസിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ബാറ്ററീസ് പറഞ്ഞത്. ഇനി നമുക്ക് സ്ട്രക്ചർ ഓഫ് സെല്ല് നോക്കാം. ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സെല്ലിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, എ സെൽ എസെൻഷ്യലി ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് മെറ്റീരിയൽ ഇമേജ്ഡ് ഇൻ എ സ്യൂട്ടബിൾ സൊല്യൂഷൻ. എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി 2 മെറ്റൽ പ്ലേറ്റ്സ്, 2 മെറ്റൽ പ്ലേറ്റ്സ് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും അത് ഒരു സൊല്യൂഷനിൽ വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത് പറഞ്ഞപ്പോഴേ പറഞ്ഞത് 2 ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും അത് നമ്മളൊരു സ്യൂട്ടബിൾ സൊല്യൂഷനിൽ വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞത്. ഓക്കെ, ദ പ്ലേറ്റ്സ് ആർ കോൾഡ് ഇലക്ട്രോലൈറ്റ്. ഞാൻ അതും പറഞ്ഞായിരുന്നു. നമ്മൾ ഈ വെക്കുന്ന പ്ലേറ്റുകളെ നമ്മൾ എന്താണ് പറയുന്നത് ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് വെക്കുന്നത്. ഈ വെക്കുന്ന പ്ലേറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ദ സൊല്യൂഷൻ വിച്ച് അണ്ടർഗോസ് എ കെമിക്കൽ ചേഞ്ചസ് ഇൻ ടു എ അക്കൗണ്ട് ഓഫ് passage of electric current
എന്താണ് സൊല്യൂഷൻ നമുക്കൊരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. എന്ത് നടക്കുമ്പോൾ സൊല്യൂഷനിൽ അണ്ടർഗോസ് എ കെമിക്കൽ ചേഞ്ച്, സൊല്യൂഷനിൽ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു ഇലക്ട്രിക് കറണ്ട് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക് കറണ്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഇലക്ട്രോലൈറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിക് കറണ്ട് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റിംഗ് ഓഫ് അയോൺസ്. എന്താണ് നമ്മുടെ അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. എന്താണ് അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാരണമാണ് നമുക്ക് ഇലക്ട്രിക്, അതായത് നമുക്ക് ഒരു 2 മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ആനോഡാണ്, ഒന്ന് എന്താണ് കാഥോഡാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അയോൺസിൻ്റെ കൈമാറ്റം കാരണം, അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട്, അവിടെ ഉണ്ടാകുന്ന അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നതിന് കാരണം, ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നതിന് കാരണം അവിടെ ഉണ്ടാകുന്ന അയോൺസിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാരണമാണ്. ഓക്കെ, ദ കണ്ടക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ഈസ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റിംഗ് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ്. എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് അയോൺസിൻ്റെയും പോസിറ്റീവ് അയോൺസിൻ്റെയും ഡ്രിഫ്റ്റിംഗ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ എന്താ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് അയോൺസിൻ്റെയും നെഗറ്റീവ് അയോൺസിൻ്റെയും ഡ്രിഫ്റ്റിംഗ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അതാണ് പറയുന്നത് കണ്ടക്ഷൻ ഓഫ് കറണ്ട് എന്തുകൊണ്ടാണെന്ന് ഉണ്ടാകുന്ന ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് അയോൺസിൻ്റെയും നെഗറ്റീവ് അയോൺസിൻ്റെയും ഡ്രിഫ്റ്റിംഗ് കാരണമാണ് എന്തുണ്ടാകുന്നത്, അവിടെ EMF ഉണ്ടാകുന്നതിന് കാരണം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ സോൾട്ട്, നമ്മുടെ ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളാണ് പറയുന്നത് സോൾട്ട് വാട്ടർ. ഇലക്ട്രോലൈറ്റ് ആണ് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോൾട്ട് വാട്ടർ, അതായത് ഉപ്പ് വെള്ളം, അല്ലെ അസിഡിക് അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷൻസ്. എക്സാമ്പിൾ പറയാനാണെങ്കിൽ സിൽവർ നൈട്രേറ്റ് ഒരു ഇതാണ്, ഇലക്ട്രോലൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, കോപ്പർ സൾഫേറ്റ് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. ഇതൊക്കെ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്ത്, ഉപ്പ് വെള്ളം സോൾട്ട് വാട്ടർ, അല്ലെങ്കിൽ ആസിഡിക് അല്ലെങ്കിൽ ബേസിക് വാട്ടറുകൾ, അല്ലെങ്കിൽ ഇപ്പം ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിൽവർ നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ്, പിന്നെ കോപ്പർ സൾഫേറ്റ്, ഇതൊക്കെ നമ്മുടെ പർപ്പസിനനുസരിച്ച് മാറും. പക്ഷേ ഇതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് മെറ്റൽ പ്ലേറ്റ്സ് ആണ്, ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. നമ്മൾ എന്തിനാണ് സെല്ലിൽ യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇലക്ട്രോഡ്സ് പറഞ്ഞത്. 2 conductor plates are immersed in a solution to form of a passage of current through it. They are called electrodes. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, 2 മെറ്റൽ പ്ലേറ്റ്സ് ആണ്, നമ്മുടെ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിൽ അത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഫോം ഓഫ് പാസേജ് ഓഫ് കറണ്ട്. എന്താണ് കറണ്ടിന് പാസ് ചെയ്യുന്നത് അതുവഴിയാണ്. ദേ ആർ കോൾഡ് എന്താണ്, ഇലക്ട്രോഡ്സ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ ഇലക്ട്രോഡ്സിൻ്റെ 2 എണ്ണം ഉണ്ട്, നമുക്ക് ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ഇലക്ട്രോഡ്സ് 2 എണ്ണം ഉണ്ട്, ആനോഡും ഉണ്ട് കാഥോഡും. 2 ഇലക്ട്രോഡ്സ് അല്ലേ ഉള്ളത്. അതിനകത്ത് ഒന്ന് നമ്മൾ ആനോഡെന്നും മറ്റൊന്നിനെ നമ്മളെന്ത് കാഥോഡെന്ന് വിളിക്കും. ഒന്നിനെ നമ്മൾ ആനോഡെന്നും മറ്റൊന്നിനെ കാഥോഡെന്ന് വിളിക്കും. ഓക്കെ, നമുക്കപ്പോൾ എന്താണ് ആനോഡെന്നും എന്താണ് കാഥോഡെന്നും നോക്കാം. ഓക്കെ, ആനോഡ് എന്താണ്? ആനോഡ് എന്ന് പറയുന്നത് ദ ഇലക്ട്രോഡ് ദാറ്റ് ലൂസസ് ദ ഇലക്ട്രോൺസ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ. അത് നോർമൽ ഓപ്പറേഷനിൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ പറ്റുന്ന, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് എന്ത്, ആനോഡ് എന്ന് പറയുന്നത്. നോർമൽ ഓപ്പറേഷനിൽ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ പറ്റുന്ന, അഥവാ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് എന്ത്, ആനോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോഡ്സ് ദാറ്റ് ലൂസ്ഡ് ഇലക്ട്രോൺസ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ ഈസ് കോൾഡ് എന്താണ്, ആനോഡ്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന എവിടെ ആയിരിക്കും, ആനോഡിലായിരിക്കും. അപ്പോൾ നോർമൽ ഓപ്പറേഷനിൽ ഓക്സിഡേഷൻ നടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്ത്, ആനോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാഥോഡ് എന്തായിരിക്കും, അപ്പോൾ നമുക്ക് ഇതിനെ വിട്ടുകൊടുക്കാനാണെങ്കിൽ കാഥോഡിൽ എന്തായിരിക്കും, അതിനെ സ്വീകരിക്കണം അല്ലേ, അപ്പോൾ അതിനെ റിസീവ് ചെയ്യണം. ഓക്കെ, ദ ഇലക്ട്രോഡ്സ് ദാറ്റ് ഗെയിൻ ഇലക്ട്രോൺസ് ഡ്യൂറിങ് ദ നോർമൽ ഓപ്പറേഷൻ. അതായത് നോർമൽ ഓപ്പറേഷനിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ, ഇലക്ട്രോൺസിനെ സ്വീകരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആയിരിക്കും എന്ത്, കാഥോഡ് എന്ന് പറയുന്നത്. അതായത് എന്താ, റിഡക്ഷൻ എന്ന് പറയും, റിഡക്ഷൻ. ഓക്കെ,
ഇപ്പം നമ്മൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതിന് എന്താണ് പറയുന്നത്? ആനോഡ് എന്നാണ് പറയുന്നത്. അതിന് പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയും. എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണെന്ത്? കാഥോഡ് എന്ന് പഠിച്ച് അതിനെന്താണ് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറഞ്ഞു. അതാണെന്ത്? റിഡക്ഷൻ. അത് ഗെയിൻ ചെയ്യുക, റിഡക്ഷൻ എന്ന്. അപ്പോൾ എന്താണ് ആനോഡെന്ന്, എന്താണെന്ന് കാഥോഡിലെയും പ്രോസസ്സ് മനസ്സിലായില്ലേ? നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ സമയത്ത് നമുക്ക് പോസിറ്റീവ് അയോൺസ് വിട്ട് കൊടുക്കുന്ന, ലൂസ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ആനോഡും അതുപോലെ തന്നെ സ്വീകരിക്കുന്ന എന്താണ്? കാഥോഡ്സുമാണ്. ഓക്കെ. The conduction of an electric current through the solution of an electrolyte together with the resulting chemical changes is called electrolysis. എന്താണ് electrolysis? The conduction of electric current through the solution of an electrolyte together with the resulting chemical changes is called electrolysis. അതായത് നമുക്ക് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി അവിടെ നടക്കുന്ന കെമിക്കൽ ചേഞ്ചിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് കറണ്ട്. നമ്മൾ കണ്ടക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ സൊല്യൂഷൻ, നമ്മൾ സൊല്യൂഷനിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷന് പറയുന്ന പേരെന്താണ്? ഇലക്ട്രോലൈസിസ് എന്ന് പറയും. നമ്മൾ സൊല്യൂഷനിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിന് അല്ല കെമിക്കൽ റിയാക്ഷന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോലൈസിസ്. അവിടെ ഉണ്ടാകുന്ന ഒരു എന്താണെന്നൂടെ പറയാം, ഒരു സൊല്യൂഷനിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിന് പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈസിസ് എന്താണ്? നമ്മുടെ ഒരു സൊല്യൂഷനിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസിന് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോലിസിസ് ആണ്. അപ്പോൾ ഇലക്ട്രോലൈസിസിനെ പറ്റി ഫാരഡേ പറഞ്ഞിരിക്കുന്ന ലോ ആണ് പഠിക്കാൻ പോകുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ്. അപ്പോൾ ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോലൈസിസ് എന്താണ്? ഫാരഡേ ലോ ഓഫ് ഇലക്ട്രോലൈസിസ് നോക്കാം. ഫ്രം ദീസ് എക്സ്പെരിമെൻറ്റ്സ് ഫാരഡേ ഡിഡക്റ്റഡ് ടു ഫണ്ടമെൻ്റൽ ലോ വിച്ച് ഗവേൺ ടു ദ ഫിനോമിന ഓഫ് ദ ഇലക്ട്രോലൈസിസ്. ഇലക്ട്രോലൈസിസിനെ ബേസ് ചെയ്തിട്ട് ഫാരഡേ കുറച്ച് എക്സ്പെരിമെൻ്റ് എടുത്തിട്ട് 2 ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട്. 2 ഫണ്ടമെൻ്റൽ. നമുക്ക് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നോക്കാം. എന്തൊക്കെയാണ് ഫാരഡേ കണ്ടെത്തിയ ലോ എന്ന് നോക്കാം. ഓക്കെ, അത് നോക്കേണ്ട ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേ ലോസ് ഓഫ് ഇലക്ട്രോലൈസിസ്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസിൻ്റെ ആദ്യത്തെ ലോ നമുക്ക് നോക്കാം. ദ മാസ് ഓഫ് അയോൺസ് ലിബർട്ടഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ദ ചാർജ് വിച്ച് പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. എന്താണ്? ദ മാസ് ഓഫ് അയോൺ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ്? മാസ് ഓഫ് അയോൺസ്. എന്താണ്? നമുക്ക് അതിലെ മാസ് ഓഫ് അയോൺസ് ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത് മാസ് ഓഫ് അയോൺ ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ്സിലുള്ള നമുക്ക് ഉണ്ടാകുന്ന മാസ് ഓഫ് അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചാർജ് വിച്ച് പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതായത് നമുക്ക് ഇലക്ട്രോലൈറ്റിൽ കൂടെ ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാകുന്ന മാസ് ഓഫ് അയോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഇതാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ലോ. അതായത് മാസ് ഓഫ് അയോൺസ് ലിബറേറ്റഡ് എന്ന് പറയുന്നത് എം ആണെങ്കിൽ, അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്യൂ ആണെങ്കിൽ, ഈ മാസ് ഓഫ് അയോണിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്യൂവിന് നമുക്ക് എന്താ? I ഇൻറ്റു എക്സ് ടി എന്ന് പറഞ്ഞാൽ I എന്നും പറഞ്ഞ് എഴുതാം. I ഇൻറ്റു ടി എന്ന് പറയുന്നത് ഇത് ടി ആണ്. I ഇൻറ്റു ടി, അതായത് കറണ്ട് ഇൻറ്റു ടൈം എന്നുള്ള രീതി എഴുതാം. അതുപോലെ തന്നെ എന്താണ്? വെയർ I ഈസ് ദ കറണ്ട് ആൻഡ് ടി ഈസ് ദ ടൈം. I എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറണ്ടും ടി എന്ന് പറയുന്ന ടൈം. I എന്ന് പറയുന്നത് എന്താണ്? കറണ്ടും പർട്ടിക്കുലർ കറണ്ട് ഇത്ര ടൈമിലേക്ക് പോകുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ
ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്. അതായത് നമുക്ക് എന്തുമാത്രം ഇലക്ട്രിസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു 1 ആംപിയർ കറണ്ട് ആണെങ്കിൽ 1 ആംപിയർ കറണ്ട് എത്ര സെക്കൻഡ് നേരം, ഒരു 60 സെക്കൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ച് ആ ക്വാണ്ടിറ്റിയും നമ്മുടെ മാസ് ഓഫ് അയോൺ ലിബറേറ്റഡ്, എത്ര അയോൺ ആ സമയത്ത് മാറി എന്നുള്ളതിനെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് മാസ് ഓഫ് അയോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ദ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെയർ I is the current and at is a time when the first law എന്ന് പറയുന്നത് എന്താണ് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ, അതായത് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് മാസിനകത്ത് നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് എം ഇസ് ഈക്വൽ ടു ഇസഡ് ക്യൂ, അതായത് നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന് പറഞ്ഞെടുക്കുക. അതായത് നമുക്ക് എമ്മിൻ്റെ ഇത് നമുക്ക് ക്വാണ്ടിറ്റി ക്യൂ എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് ഇൻറ്റു ടൈം എന്ന് എടുത്തില്ലേ, ആ രീതി നമുക്ക് എടുക്കാം. അതായത് എം ഇസ് ഈക്വൽ ടു മാസ് ഇസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എം ഇസ് ഈക്വൽ ടു എന്താണ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, നമ്മൾ ഇസഡ് വെച്ചിട്ട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റി. അപ്പം പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ ഇസഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഇൻറ്റു ക്യൂ, ഇതെന്താണ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നമുക്കിങ്ങനെ എഴുതാം എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂവിന് നമുക്ക് എന്താ ചെയ്യാം കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം അല്ലേ. അപ്പോൾ കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം. ദെൻ നമുക്ക് എന്താ അതിനകത്ത് അപ്പോൾ നമുക്ക് കിട്ടി എന്താ നമ്മുടെ എം അഥവാ എന്താണ് നമ്മുടെ മാസ് ഓഫ് ദ അയൺ ലിബേർട്ട്, എത്ര അയോൺ മാറി എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇസഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്, ഐ ഇസ് ഈക്വൽ ടു എന്താണ് കറണ്ടാണ്, ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു എന്താണ് ടൈമാണ്. ഓക്കെ, അതായത് നമ്മുടെ ഇസഡ് ഇൻറ്റു ഐ ഇൻറ്റു ഇത് മാറ്റിയേക്കാം, ഇസഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി, ഇസഡ് ഐ ടി എന്ന് കിട്ടും, ഇസഡ് ഐ ടി എന്ന് കിട്ടും. അതെന്താണ് മാസ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഐ ഇൻറ്റു ടി. അതായത് ഐ ഇൻറ്റു ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് റിലേഷൻ കിട്ടി. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇസഡ് ഈസ് എ കോൺസ്റ്റൻ്റ് ആൻഡ് ഈസ് നോൺ എസ്, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഇസഡ് എടുത്തില്ലേ. അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഈസ് നോൺ എസ് എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. അപ്പോൾ നമ്മൾ മാറ്റിയ ഇസഡിന് നമുക്ക് പറയുന്ന മറ്റൊരു പേരെന്താണ് കോൺസ്റ്റൻ്റ് നമുക്ക് പറയുന്ന മറ്റൊരു പേര് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ECE എന്ന് പറയാം, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് അഥവാ ECE എന്ന് പറയാം. എന്ത് നമ്മൾ കൊടുത്ത കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇസഡിന്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി ECE എന്താണ് ECE ഓഫ് എ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് എലമെൻറ്റ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ബൈ ദ പാസേജ് ഓഫ് 1 കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതായത് നമുക്ക് എന്താ ECE എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, അതായത് ECE എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ECE എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ഉണ്ടാകുന്ന നോക്കാം. നമ്മൾ ഇതായിരുന്നു എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ എന്ന് എഴുതി അല്ലേ, എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ എന്ന് എഴുതി. അപ്പം നമുക്കിത് ഇവിടെ നോക്കാം, അതുകൊണ്ട് എഴുതാം എം ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ എന്ന് എഴുതി, പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയതുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇസഡ് എന്താണ് ഇസഡ് ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ ക്യൂ ആണ്, ഇസഡ് ഈക്വൽ ടു എം ഡിവൈഡ് ബൈ ക്യൂ ആണ്. ഓക്കെ, അതായത് മാസ് ഡിവൈഡ് ബൈ നമ്മൾ എത്ര കൂളംബ് ഓഫ് കറണ്ട് അപ്ലൈ ചെയ്യുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ECE ഓഫ് എൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് എലമെൻറ്റ് ഡിപ്പോസിറ്റഡ് ഓർ എന്താണ് ലിബർട്ടി ഓഫ് പാസേജ് ഓഫ് 1 കൂളംബ് ഓഫ് ദ ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അതായത് നമുക്കൊന്നെങ്കിൽ മാസ് ഓഫ് എലമെൻറ്റ് ഡെപ്പോസിറ്റഡ് പറയാം, അല്ലെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത എലമെൻറ്റ് പറയാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട എലമെൻ്റ് എന്ന് പറയാം. അതായത് നമുക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ഒന്നെങ്കിൽ ഡെപ്പോസിറ്റ് ആകുമല്ലേ അത് വിട്ടുകൊടുക്കുകയാണല്ലോ. സോ അതാണ് പറഞ്ഞത് മാസ് ഓഫ് എലമെൻറ്റ് ഡിപ്പോസിറ്റഡ് ഓർ ലിബർട്ടഡ് ബൈ എന്താണ് ക്യൂ എന്നത് പാസേജ് ഓഫ് 1 കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് 1 കൂളംബ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അത് മാസ് ഓഫ് എന്തുമാത്രം നമുക്ക് വിട്ടുകൊടുത്ത് ഡിവൈഡ് ബൈ എന്താണ് ഒരു സെക്കൻഡ് 1 കൂളംബ് ഓഫ്
എനർജി ഡെപ്പോസിറ്റ് ചെയ്ത്. അതിൻ്റെ റേഷ്യോ ആണെന്ത് നമ്മൾ ഈ പറയുന്ന ECE, അതായത് എന്താ എലമെൻറ്റ് ഓഫ് ഈക്വൽ. ECE എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കെമിക്കൽ ഈക്വലൻറ്റ്, അതെന്തിൻ്റെയാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫാരഡേ ഫസ്റ്റ് ലോ എന്നാണ് എടുക്കുന്നത്. ഫാരഡേസ് ലോ ഫസ്റ്റ് ലോയിൽ എന്താ പറയുന്നത് M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q എന്ന് കിട്ടി. അതിനകത്ത് നമ്മൾ നമുക്ക് അതിനകത്ത് പ്രൊപ്പോർഷണാലിറ്റി മറ്റെടുത്ത് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് നമുക്ക് ഇങ്ങനെ തിരിച്ച് പറയാൻ പറ്റും. എങ്ങനെയാണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡെപ്പോസിറ്റഡ് ഓർ liberated by the passage of 1 coulomb of the electricity through the electrolyte. മനസ്സിലായോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലോയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. ക്ലിയർ അല്ലേ? നോക്കിയേ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഫ്രം ദ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് അയോൺ ലിബറേറ്റഡ്, അത് നമുക്ക് ലിബറേറ്റ് ചെയ്ത അയോൺ വിട്ടുകൊടുത്ത അറ്റ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. എപ്പോഴാണ് വെൻ പാസസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ചാർജ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്താണ് നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അപ്ലൈ ചെയ്തെന്ന്. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ പറഞ്ഞത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ലോ വെച്ച് റിലേഷൻ ഉണ്ടാക്കി. എന്താണ് മാസ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത്. അത് ഇസഡ് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ് കിട്ടി. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരെ തിരിച്ച് പറയാം. എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് എലമെൻറ്റ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ബൈ ദ പാസേജ് ഓഫ് 1 coulomb ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രോലൈറ്റ്, അങ്ങനെയും പറയാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലോയിൽ നിന്ന് തന്നെയാണ് ഇതും ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് ഫസ്റ്റ് ലോ മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇത് ECE ഓഫ് എ കോപ്പർ, ഒരു കോപ്പറിൻ്റെ ECE ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിങ്ങനെ പറയാം 0.0000304 ഗ്രാം പെർ കൂളം നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചിലപ്പം ഇങ്ങനെ ചോദിച്ചു തന്നിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ECE, അതായത് കോപ്പറിൻ്റെ ECE എന്ന് പറഞ്ഞാൽ 0.00304 ഗ്രാം പെർ കൂളം. എത്ര ഗ്രാം പെർ കൂളം? ഒരു കൂളമ്പിന് ഇത്ര ഗ്രാം പോകുന്നുണ്ട്. ഒരു കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം 0.00304 ഗ്രാം എന്ത് ചെയ്യുന്നു, കോപ്പർ നഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് 1 coulomb ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. ദെൻ ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഓൺ ദ കാഥോഡ് വിൽ ബി 0.00304 ഗ്രാം. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ, അതായത് ഒരു കൂളംബ് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എവിടെ കൂടാണ് നമ്മുടെ കോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആയിരിക്കും, CuSO4 കോപ്പർ സൾഫേറ്റ് ആയിരിക്കും. ഈ കോപ്പർ സൾഫേറ്റ് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന കോപ്പറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ് 0.00304 ഗ്രാം ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ECE എന്ന് പറയുന്നത് 0.00304 ഗ്രാം പെർ കൂളം എന്ന് തന്നെ അർത്ഥം വെച്ചാൽ ഒരു കൂളമ്പ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് കോപ്പർ സൾഫേറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് ഇലക്ട്രോലൈസിസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അവിടെ എത്ര ഒരു കൂളംബ് ഓഫ് ചാർജ് നമ്മൾ കൊടുക്കാൻ നേരത്ത് 0.00304 ഗ്രാം കോപ്പർ എന്ത് ചെയ്യും, നമ്മുടെ കോപ്പർ ബാറിലേക്ക് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, എവിടുന്ന് ഇലക്ട്രോലൈസിസ് നടക്കുന്ന നമ്മുടെ ഇലക്ട്രോലൈറ്റ് അത് ഇലക്ട്രോലൈറ്റ് അവിടെ എന്തെടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് ആണല്ലോ ഇലക്ട്രോലൈറ്റ്. ഇതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് നമ്മുടെ ആനോഡിലോട്ട് എവിടെ എന്താണ് കോപ്പറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ, കോപ്പർ ഡെപ്പോസിറ്റഡ് ഓൺ ദ ആനോഡല്ല ആനോഡ് വിട്ടു കൊടുക്കല്ലേ, കാഥോഡിലോട്ട് ഡെപ്പോസിറ്റ്. കാഥോഡാണ് എപ്പോഴും ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ കാഥോഡിലേക്ക് ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞത്, കാഥോഡിലോട്ട് ഡെപ്പോസിറ്റ് ആകുന്നത്. എത്രയാണ് 0.00304 ഗ്രാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലിസിസ് ആണ്. സോ ഇറ്റ്സ് യൂണിറ്റ് നമുക്ക് എന്താ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ കൂളം. നമ്മളിപ്പം പറഞ്ഞ ഗ്രാം പെർ കൂളം ആണ് പറഞ്ഞത്. കാര്യം ഒരു കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എത്ര ഗ്രാം മാറുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കിലോഗ്രാം പെർ കൂളം. ഒരു കൂളമ്പ് മാറുന്ന സമയത്ത് എത്ര കിലോഗ്രാം മാറുന്നത്. അപ്പോൾ രണ്ട് രീതി യൂണിറ്റ് പറയാം, ഗ്രാം പെർ കൂളം പറയാം, കിലോഗ്രാം പെർ കൂളമ്പ്, രണ്ട് രീതി പറയാം. ഓക്കെ,
നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ക്യൂ എന്ന് പറയുന്ന 1, അതായത് 1 കൂളമ്പ്. ക്യൂ എന്ന് പറയുന്നത് 1 കൂളമ്പ് ആണെങ്കിൽ 1 കൂളമ്പാണ്. അതുപോലെ തന്നെ കറണ്ട് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ എന്ന് പറയുന്നപ്പം 1 ആംപിയർ ആയിരിക്കും. അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 സെക്കൻഡ് ആണ്. ദെൻ നമ്മൾ എന്തായിരിക്കും? എം എന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇസഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ആ സമയത്ത് നമ്മുടെ എമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? എം മാസ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ക്യൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് ക്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എന്താണ്? ക്യൂ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇസഡ് ഇൻറ്റു 1 അല്ലേ. സോ ഇസഡ് ഇൻറ്റു 1 എന്താണ്? ഇസഡ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു ഇസഡ് എന്നുള്ളൊരു റിലേഷൻ കിട്ടും. ഓക്കെ, എന്താണ് അപ്പം പറയുന്നത്? 1 കൂളംബ് ഓഫ് ചാർജിൻ്റെ സമയത്ത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ എം മാസ് ഇസ് ഈക്വൽ ടു നമ്മുടെ എന്താണ്? ഇ സി ഇ ആയിട്ട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, അതാണ് ഇ സി ഇ ഓഫ് എ സിൽവർ എന്ന് പറയുന്നത് 0.00118 ഗ്രാം പെർ കൂളംബ്. അതാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഇ സി ഓഫ് കോപ്പർ ആണ് പറഞ്ഞത്. ഇ സി ഓഫ് കോപ്പർ എത്രയാണ്? 0.00304 ഗ്രാം പറഞ്ഞത്. ഇതാണ് ഇ സി ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 0.00304 ഗ്രാം പെർ കൂളമ്പാണെന്ത്? കോപ്പറിൻ്റെ പറഞ്ഞത്. കോപ്പറിൻ്റെ പറഞ്ഞത് 0.00304 ഗ്രാം പെർ കൂളം ആണെങ്കിൽ, നമ്മൾ സിൽവറിൻ്റെ പറയാനാണെങ്കിൽ 0.00118 ഗ്രാം പെർ കൂളമാണ്. 0.00118 ഗ്രാം പെർ കൂളമ്പാണ്. അപ്പം നമ്മൾ ഈ ഇതൊന്ന് ഇ സി ഇ പഠിച്ചു വെച്ചോണം. കാര്യം എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം അറിഞ്ഞിരിക്കണം. സോ കോപ്പറിൻ്റെ 0.00304 ഗ്രാം പെർ കൂളമ്പും സിൽവറിൻ്റെ 0.00118 ഗ്രാം പെർ കൂളമ്പാന്ന് അറിഞ്ഞിരിക്കുക. ഇനി 1 കൂളമ്പ് വരുന്ന സമയത്ത് എപ്പോഴും എന്താണ് നമുക്ക് മാസ് ഇസ് ഈക്വൽ ടു ഇസഡ് എന്നുള്ളതായിരിക്കും എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കാര്യം ഈ പറയുന്നത് മാസ് തന്നെയാണ്. 1 കൂളമ്പിൻ്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മാസ് തന്നെയാണെന്നുള്ള അറിഞ്ഞിരിക്കുക. ഇ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ലോ നോക്കാം. ഫസ്റ്റ് ലോ നമ്മൾ നോക്കിയായിരുന്നു. ഫസ്റ്റ് ലോയിൽ നമ്മൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ നമ്മൾ മാസിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് അത് വെച്ചിട്ട് ഇ സി എന്താണെന്ന് പറഞ്ഞ് ഇ സി നമ്മൾ കോപ്പറിനെയും സിൽവറിൻ്റെ ഇ സി പറഞ്ഞ് അതിൻ്റെ നമ്മളുള്ള റിലേഷൻ നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിന്ന് ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് നോക്കിയത്. ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസിൻ്റെ സെക്കൻഡ് ലോനെ പറ്റി പഠിക്കുക. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസിൻ്റെ സെക്കൻഡ് ലോനെ പറ്റി നമുക്ക് നോക്കാം. The second law, the mass of an element deposited or liberated during electrolysis is directly proportional to the chemical equivalent weight of the element. എന്താണ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്? The mass of an element deposited or liberated during, അതായത് മാസ് ഓഫ് എലമെൻറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലിബേർട്ട് ചെയ്യുക, അതായത് വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത് ഡ്യൂറിങ് ഇലക്ട്രോലൈസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the chemical equivalent weight of that element. The chemical equivalent, അതായത് എലമെൻറ്റിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റിൻ്റെ നേരെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഡെപ്പോസിറ്റ്, നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എലമെൻറ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റിൻ്റെ ഓഫ് ദ എലമെൻറ്റ്, ആ എലമെൻറ്റിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എം എന്ന് പറയുന്നത് എന്താണ്? എം എന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെമിക്കൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് എലമെൻറ്റ്, അതായത് ഇ എന്നത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ. അപ്പോൾ ഫസ്റ്റ് ലോയിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ് പറഞ്ഞെങ്കിൽ സെക്കൻഡ് ലോയിൽ എന്താണ് പറഞ്ഞത്? എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദ എലമെൻറ്റ്. ഇതെന്താണ് ഇ എന്ന് പറയുന്നത്? കെമിക്കൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദ എലമെൻറ്റ്. കെമിക്കൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദ എലമെൻ്റ് ആണെന്ത്? ഇ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോയിൽ എന്താ പറഞ്ഞത്? എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിസിറ്റിയാണ് ചാർജാണ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്? ഇ എന്ന് പറയുന്നത് കെമിക്കൽ ഈക്വലൻറ്റ് വെയിറ്റ് ഓഫ് ദ എലമെൻ്റ് ആണ്. അതാണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മാസിന് പ്രൊപ്പോർഷൻ എന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം. അത് the mass of an element deposited or liberated, the electrolysis is directly proportional to the chemical equivalent weight of the element. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ അത് നമുക്ക് എന്താണ്
നമുക്ക് ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി എന്നാണ് എഴുതുക. അതായത് കെമിക്കൽ ഈക്വലൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ഇതാണ് ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി. ഇപ്പോൾ കെമിക്കൽ ഈക്വലൻ്റ് നമുക്ക് എങ്ങനെ എഴുതാം? കെമിക്കൽ ഈക്വലൻറ്റിന് നമുക്ക് ഇ എന്ന് എഴുതാം. അതിന് നമുക്ക് വേറെ രീതി എഴുതാൻ പറ്റും. എന്താണ്? ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി. ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി എന്ന് എഴുതുക. ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി എന്ന് എഴുതുക. ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി എന്താണ്? എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആറ്റോമിക് വെയിറ്റ് ഡിവൈഡ് ബൈ വാലൻസി എന്ന് എഴുതുക. ഓക്കെ, ഓക്കെ. അത് വെച്ചിട്ട് ഇത് ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ദ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആർ ഇൻ്ററേറ്റഡ്. ഓക്കെ, ഇപ്പോൾ ECA ഡിവൈഡ് ബൈ ECB എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ബി എന്ന് എഴുതുക. കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ബി നമുക്ക് എഴുതാം. നമുക്ക് നേരത്തെ പറഞ്ഞത് നമുക്ക് എം ഇസിക്കൽ ടു നമ്മൾ ഇ എന്ന് പറഞ്ഞായിരുന്നു. സോറി എം ഇസിക്കൽ ടു നമ്മൾ കെമിക്കൽ ഈക്വലൻ്റ് ആണെന്ന് ECA എന്ന് പറഞ്ഞായിരുന്നു. കാര്യം എം ഇസിക്കൽ ടു നമുക്ക് നേരത്തെ ഇസഡ് എന്ന് കിട്ടിയില്ലായിരുന്നു. സോ നമ്മൾ 1 കൂളം ചാർജിൻ്റെ കേസിലാണ് പറഞ്ഞത്. സോ നമുക്ക് ECE ടു എന്താണ്? ECE എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ ഈക്വലൻ്റ് എന്ന് തന്നെ എടുക്കുക. ECE എന്ന് പറയുന്നത് നമുക്ക് കെമിക്കൽ ഈക്വലൻ്റ് എന്ന് തന്നെ എടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത് ദി ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ദ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് എ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആർ ഇൻ്ററേറ്റഡ്. എങ്ങനെയാണ് എടുക്കുന്നത്? 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഈക്വലൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ECE ഓഫ് എ, ഒരു എ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്, ECE എന്ന് ഓഫ് ബി എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. 2 സബ്സ്റ്റൻസ് എടുത്ത് എ ബി എന്ന് പറയുന്ന 2 സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സബ്സ്റ്റൻസിൻ്റെ ECEയുടെ റേഷ്യോയും രണ്ടാമത്തെ സബ്സ്റ്റൻസിൻ്റെ ECEയുടെ റേഷ്യോയും തമ്മിൽ, 2 സബ്സ്റ്റൻസിൻ്റെ ECE റേഷ്യോ എന്ന് പറയുന്നത് 2 സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഈക്വലൻ്റ് റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത് ECEA എന്ന് പറയുന്ന സബ്സ്റ്റൻസിൻ്റെയും ECEB 2 സബ്സ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഈക്വലൻ്റ്. കെമിക്കൽ ഈക്വലൻ്റ് എന്താണ് പറഞ്ഞത്? ഈക്വലൻ്റ് ഓഫ് എയും കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് ബിക്കും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കെമിക്കൽ ഈക്വലൻ്റ് 2 സബ്സ്റ്റൻസ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ തന്നിരിക്കുന്നു. സോ അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഈക്വലൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ECEയുടെ റേഷ്യോന് ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി എന്താ പറയുക? ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് റിക്വയർഡ് ടു ലിബർട്ട് 1 gram ഈക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. എന്താണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്? എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് റിക്വയർഡ് ടു ലിബർട്ട് ദ ഗ്രാം ഈക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. അതായത് ചാർജ് റിക്വയർഡ് ടു ലിബർട്ട്, അതായത് ചാർജ് ലിബർട്ട് ചെയ്യുന്ന 1 gram ഓഫ് ഈക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. ഏതെങ്കിലും സബ്സ്റ്റൻസിൻ്റെ 1 ഗ്രാമിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ലിബർട്ട് 1 gram എന്ന് പറയുന്നത് ഈക്വലൻ്റ് ടു എനി സബ്സ്റ്റൻസ്, ഏതെങ്കിലും സബ്സ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എഫ് ഇസിക്കൽ എന്താണ്? കെമിക്കൽ ഈക്വലൻ്റ് എന്താണ്? ഇ എന്ന് പറയും. കെമിക്കൽ ഈക്വലൻ്റ് ഇ ആണ് ഡിവൈഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഇസഡ്. അതായത് എഫ് ഇസിക്കൽ ടു നമുക്ക് എന്ത് പറയാം? ഇ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് പറയാം. ഇ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് പറയാം. കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ നമ്മുടെ ECE എന്ന് പറയാം. ഓക്കെ, കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ ECE ആണെന്ത്? നമ്മുടെ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് എഫ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ചാർജ് റിക്വയർഡ് ടു ലിബർട്ട് ഓഫ് 1 gram ഈക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ്. അതായത് എഫ് ഇസിക്കൽ ടു കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. അപ്പോൾ കെമിക്കൽ ഈക്വലൻ്റ് എന്താണ് നമ്മൾ സിംബലൈസ് ചെയ്യുന്നത്? ഇ വെച്ചിട്ടാണ്. ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് നമ്മൾ എന്താണ്? ഇസഡ് വെച്ചിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. സോ എഫ് ഇസിക്കൽ ടു ഇ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് എഫ് ഇസിക്കൽ ടു ഇ ഡിവൈഡ് ബൈ ഇസഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എഫ് ഇസിക്കൽ ടു ഇ ഡിവൈഡ് ബൈ ഇസഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്താണ്? എഫ് ഇസിക്കൽ ടു ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. എന്താണ്? ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്. ഈസ് ഡിഫൈൻഡ് ആസ് ദ ചാർജ് റിക്വയർഡ് ടു ലിബർട്ട് 1 gram ഈക്വലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഈക്വലൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഈക്വലൻ്റ് എഫ് ഇസിക്കൽ ടു കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. അപ്പോൾ എഫ് ഇസിക്കൽ ടു എന്താണ്? ഫാരഡേസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇ ബൈ ഇസഡ് ആണ്. എന്താണ്? കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ്. കെമിക്കൽ ഈക്വലൻ്റ് ഡിവൈഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്. ഓക്കെ, അടുത്തല്ലോ. ഓക്കെ, ദ വാല്യൂ ഓഫ് ഇ ബൈ ഇസഡ്. എന്താണ് ഇ ബൈ ഇസഡ്? ഇ ബൈ ഇസഡ് എന്ന് പറയുന്നത് എഫ് ആണല്ലേ. ദ വാല്യൂ ഓഫ് ഇ ബൈ ഇസഡ് ഈസ് ദ സെയിം ഫോർ ഓൾ സബ്സ്റ്റൻസ്. എന്താണ്?
ഇത് E/Z വാല്യൂ എന്ന് പറയുന്നത് എല്ലാ സബ്സ്റ്റൻസിനും സെയിം ആയിരിക്കും. ദ വാല്യൂ ഓഫ് E/Z എന്ന് പറയുന്നത് എല്ലാ സബ്സ്റ്റൻസിനും സെയിം ആയിരിക്കും. അതായത് വാല്യൂ ഓഫ് ഫാരഡേസ് ലോ കോൺസ്റ്റന്റ് ഈസ് ഫൗണ്ട് എത്രയാണ്? ദ വാല്യൂ ഓഫ് ഫാരഡേസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 96,500 കൂളംബാണ്. 96,500 കൂളംബാണ് എന്ത് വാല്യൂ ഓഫ് ഫാരഡേസ് ലോ കോൺസ്റ്റന്റ്. വാല്യൂ ഓഫ് ഫാരഡേസ് ലോ കോൺസ്റ്റന്റ് എത്രയാണ്? 96,500 കൂളംബാണ്. കൂളംബ് ഓഫ് എനർജിയാണ് എന്ത് നമ്മുടെ ഫാരഡേസ് ലോ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, അത് എല്ലാ സബ്സ്റ്റൻസിനും സെയിം ഫോർ ഓൾ സബ്സ്റ്റൻസ് ആണ്. സെയിം ഫോർ ഓൾ സബ്സ്റ്റൻസ് ആണ് അത്. ഓക്കെ.